ഒരു ഹെയർ കട്ടിങ് വീഡിയോ ആണ്. ട്വിസ്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രാങ്ക് കൊടുക്കാൻ പോവാണ്. ഞാൻ ആദ്യമായിട്ട് ഒരിടയ്ക്ക് നന്നായിട്ട് വെട്ടിക്കൊണ്ട് വരണോട്ടോ. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹെയർ കട്ടിങ് വീഡിയോ ആണ്. ഹെയർ കട്ടിങ് വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ട്വിസ്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇന്ന് നമ്മൾ നമ്മുടെ പേരൻസിന് ഒരു പ്രാങ്ക് കൊടുക്കാൻ പോവാണ്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ പ്രാങ്ക് ഒക്കെ എടുക്കുന്നത് പ്രാങ്ക് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ പ്രാങ്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്ന് മുടി വെട്ടാൻ മുമ്പ് വീട്ടിൽ പറഞ്ഞത് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് മോഡമുളറ്റാണ് വെട്ടാൻ പോകുന്നത്. അപ്പൊ ഞാൻ നേരെ വെട്ടിയിട്ടില്ല. അപ്പോൾ അതെങ്ങനെയുണ്ട്, അതായത് അതിന്റെ റിയാക്ഷൻ വീഡിയോ എടുക്കാന്നാണ് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാൻ ആക്ച്വലി ഇന്ന് വെട്ടാൻ പോകുന്നത് ബസ്കറ്റ് മോഡൽ കട്ട്, അതായത് നീട്ടം കുറച്ചിട്ട് പറ്റേല ബസ്കറ്റുള്ള ആ ഒരു മോഡലിലാണ് ഇന്ന് ഞാൻ വെട്ടാൻ പോകുന്നത്. അപ്പോൾ അതാരും എക്സ്പെക്ട് ചെയ്യത്തില്ല. കാരണം ഇപ്പൊ തന്നെ അങ്ങനെ ഒരു ബസ്കറ്റ് വെട്ടുന്നവരുണ്ടെങ്കിലും അങ്ങനെ വെട്ടുന്ന ആൾക്കാർ കുറവാണല്ലോ ഇപ്പൊ. അത് ഒരിടയ്ക്കായിരുന്നു ട്രെൻഡിങ് ആയിട്ടുള്ളത്. മോഡേൺ ബുള്ളറ്റ് വിചാരിച്ചിരിക്കുമ്പോൾ ഞാൻ ബസ്കറ്റ് ഇട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ അതിന്റെ റിയാക്ഷനും കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൊണ്ട് ചെയ്തേക്കാം കേട്ടോ. ടാറ്റ. അപ്പോൾ നമ്മളങ്ങനെ മുടി വെട്ടാനായിട്ട് റെഡി ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അമ്മയുടെ അടുത്ത് ചോദിക്കാം. അമ്മേ, ഞാൻ മുടി വെട്ടാനെ പറ്റി അമ്മയുടെ അഭിപ്രായം ഞാൻ നന്നായിട്ട് വെട്ടിക്കൊണ്ട് വരണോട്ടോ. അമ്മ പ്രതീക്ഷിക്കാത്ത രീതിയിലെ വെട്ടുകാരിലേക്കാണ് ഞാൻ വെട്ടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ കടയിൽ ചെന്നിട്ട് കാണാം. നമ്മളങ്ങനെ മുടിവെട്ട് കടയിൽ എത്തിയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ നല്ല രീതിയിൽ വിഷമം കാര്യമൊക്കെ ഉണ്ട്. കാരണം ഓവർ മുടിയില്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ മുടിയും കാര്യമൊക്കെ ഉണ്ടായിരുന്നത് വെട്ടണോണ്ട് നല്ല രീതിയിൽ വിഷമം കാര്യമൊക്കെ എനിക്കുണ്ട്. അപ്പോൾ ഞാൻ മുടി വെട്ടിയിട്ട് ഈ ഒരു ലുക്കാണ് എനിക്ക് വരുന്നത്. പിന്നെ നല്ല രീതിയിൽ മഴയും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മുടി ഇട്ടിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് എന്റെ പുതിയ ഹെയർ സ്റ്റൈൽ വരുന്നത്. അപ്പൊ നമുക്ക് അച്ചാച്ചന്റെ അടുത്ത് ഈ മുടി ഇട്ടേക്കണം എങ്ങനെയാണെന്ന് നോക്കാം. അച്ചാച്ചാ, ഈ മുടി ഇട്ടിട്ടുള്ള അച്ചാച്ചന്റെ അഭിപ്രായം തന്നെ നല്ലതാണോ? അപ്പൊ അച്ചാച്ചന് ഇഷ്ടമായിട്ട് നമുക്ക് അമ്മയുടെ അടുത്ത് പോയി ചോദിച്ചിട്ട് വരാം. ഞാൻ മുടി ഇട്ടിട്ടുള്ള അഭിപ്രായം തന്നെ കുഴപ്പമില്ലല്ലോ. അപ്പൊ അമ്മയുടെ കയ്യിൽ നിന്ന് നമുക്ക് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് കിട്ടിയിട്ടുള്ളത്. എത്തിയാണ് നേരെ അമ്മയുടെ അടുത്ത് നോക്കാം. അമ്മേ, എങ്ങനെയുണ്ട് മുടി ഇട്ടേക്കണേ?